ഹായ് ഹലോ വെൽക്കം ടു ഇവാൻ ആദം വ്ലോഗ്സ്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നൈക്കയുടെ ഹോൾ വീഡിയോ ആയിട്ടാണ്. കുറേ പ്രോഡക്റ്റ്സ് ഞാൻ നൈക്കിയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ട് പിങ്ക് സെയിലിൻ്റെ സമയത്ത്. ഇതാ എല്ലാം എത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബോക്സ് നൈക്കക്കാർ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. അല്ല, 30 രൂപ പേ ചെയ്തപ്പോൾ അവരെനിക്ക് തന്ന ബോക്സാണിത്. പക്ഷെ കൊള്ളാം, എല്ലാം ഇട്ട് വെക്കാൻ ഇത് കൊള്ളാം. കുറേ പ്രോഡക്റ്റ്സ് ഞാൻ വാങ്ങിച്ചു. അതിൽ സ്കിൻ കെയർ ഉണ്ട്, മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ട്. ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ഒരാളല്ല, മേക്കപ്പ് ചെയ്യാൻ എനിക്ക് അത്ര അറിയത്തില്ല. ഞാൻ ലേണിംഗ് പ്രോസസ്സിലാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാൻ സ്കിൻ കെയർ പ്രോഡക്ട്സിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഡോക്ടർ ഷീറ്റ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫേസ് വാഷാണ്, വൈറ്റമിൻ സി ഫേസ് വാഷാണ്. ആക്ച്വലി ഞാനിത് വാങ്ങിച്ചതല്ല, ഇത് കുറേ ഫ്രീ ബീസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇത് സെയിൽ നടക്കുമല്ലേ, അപ്പോൾ സെയിൽ നടക്കുന്നത് കാരണം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ 1-2 പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പം, അല്ലെങ്കിൽ ഇത്ര റുപ്പീസിന് കൂടുതൽ വാങ്ങിക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രീ ബീസ് അവർ ഓഫർ ചെയ്യും. സോ നമ്മൾ നെക്സ്റ്റ് വാങ്ങിച്ചത് ഈ 2 പ്രോഡക്റ്റാണ്. അതായത് ഡോക്ടർ ഷീറ്റ്സ് ബ്രാൻഡിൽ നിന്ന് നമ്മൾ എടുത്തത് ഒന്നൊരു മോയ്സ്ചറൈസറും ഒന്നൊരു സൺസ്ക്രീനുമാണ്. ഇത് രണ്ടും എടുത്തപ്പോൾ നമുക്ക് ഈ ബ്രാൻഡിൻ്റെ 2 പ്രോഡക്റ്റ്സ് ഫ്രീ കിട്ടുമായിരുന്നു. ആ ഫ്രീകളാണ് ഈ കുട്ടികൾ. ഒന്ന് സെയിം മോയ്സ്ചറൈസറും ഒന്നൊരു ഫേസ് വാഷും. അപ്പോൾ ഫേസ് വാഷ് നിങ്ങൾ നോക്കിയില്ലേ, ഇറ്റ് വാസ് ഗുഡ്, നല്ലതാണ് കേട്ടോ. മോയ്സ്ചറൈസറും കൂടെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. പണ്ടൊക്കെ എന്ന് പറയുമ്പം CTM എന്നായിരുന്നു സ്കിൻ കെയറിൻ്റെ ഒരു റൂട്ടീൻ പൊക്കോണ്ടിരുന്നത്. അതായത് ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്. ഇപ്പം ടോണിങ് അങ്ങനെ വരാറില്ല. ഇപ്പോൾ CSM എന്നുള്ളതാണ്, അല്ലെങ്കിൽ CMS എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റ്. അതായത് ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ. ഇത് 3 നമ്മൾ നിർബന്ധമായിട്ട് സ്കിന്നിൽ ചെയ്യേണ്ട ഒരു ഞാൻ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മോയ്സ്ചറൈസറായിരുന്നു, അതായത് ന്യൂട്രിഡം. മിക്കവർക്കും അറിയാം, ഇത് പലരും നിങ്ങൾ പല ഇതിൽ റിവ്യൂസിലൊക്കെ കണ്ടുപയോഗിച്ചിരുന്ന സാധനമാണ്. സംഭവം സൂപ്പറാണ്, കാരണം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്ലെൻഡായി പോകുന്ന ഒരു സംഭവമായിരുന്നു ഇത്. ന്യൂട്രിഡം വളരെ നല്ലതാണ്, ബട്ട് ഇത് അഫോർഡ് ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിന് 1000 റുപ്പീസ് ഉണ്ട്. ഇത് ഓഫറിൽ വരാറേ ഇല്ല, എപ്പോഴും 1000 തന്നെ ആയിരിക്കും. സോ നമുക്കത് എപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ ഇതുള്ള ഏതെങ്കിലും യൂസ് ചെയ്യാം. ഭയങ്കര ഒരു വാട്ടറി ഇതുപോലെയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്, നല്ല ഹൈഡ്രേഷൻ നമുക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ് കേട്ടോ. കംപ്ലീറ്റ്ലി നല്ല ഹൈഡ്രേറ്റ് ആവുന്നുണ്ട് സ്കിൻ. അതാണ് ഒരു മോയ്സ്ചറൈസറിന് ഏറ്റവും അധികം വേണ്ടത്. സോ നമ്മൾ ക്ലെൻസ് ചെയ്തു, ഫേസ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്തു. ഇനി നമുക്കൊന്ന് സൺസ്ക്രീനും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ്. സൺസ്ക്രീനിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ഇടുമ്പോൾ ഒരു വൈറ്റ് കേക്കി പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു കേക്കി ഫീലിങ്ങും ഇല്ല, ഒരു ക്രീം ഇട്ട പോലെ തന്നെയുണ്ട്. എൻ്റെ SPF എന്ന് പറയുന്നത് 50+ ആണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു സൺലൈറ്റിന് അത്രയൊക്കെ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ സ്ട്രോപ്പ് ക്രീം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഫേസിലൊരു ഗ്ലോ കൊണ്ടുവരുന്നതാണ്. ഇത് പക്ഷേ ലാസ്റ്റ് ഇടുന്ന സംഭവമാണ്, മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് കാണിക്കാം. പക്ഷേ ഇത് എടുത്തപ്പോൾ ഇതാണ് എനിക്ക് ഫസ്റ്റ് കാണിക്കാൻ തോന്നിയത്. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അതായത് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എക്സ്ട്രാ പ്രൈമേഴ്സ് അങ്ങനെയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലും കൂടിയാണ് ഇതൊക്കെ അപ്ലൈ ചെയ്യാനും കൂടെ. ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഇറങ്ങി പോകാനാണ് നോക്കാറ്. സോ ഒരുപാട് പ്രൊഡക്ട്സ് ഇതിന് മുന്നേ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന് ക്രേസുള്ള ഒരു സമയത്ത് അന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ കളയേണ്ടി വരിക ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ട് CC ക്രീം, BB ക്രീം ഇതാണ് മെയിൻലി വാങ്ങിച്ചത്. ഒരു പ്രൈമർ വാങ്ങിച്ചു, അത് നമ്മുടെ ഇതിൻ്റെയാണ് LE 18. അതായത് ഈ മേക്കപ്പ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സിൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ബ്രാൻഡാണിത്. ബാക്കി ആ ഒരു റേഞ്ചിൽ അഫോർഡബിൾ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡീസൻറ്റ് പ്രൊഡക്റ്റും കൂടിയാണ് LE ബ്രാൻഡിൻ്റേത്. അപ്പോൾ ഇതാണ് ഞാനൊരു പ്രൈമറായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇൻ കേസ് എനി ഫങ്ഷൻസിനോ എന്തിനെങ്കിലും എനിക്കൊരു പ്രൈമർ വേണം തോന്നുവാണെങ്കിൽ, എനിക്കൊന്ന് ഇതൊരു 100 റുപ്പീസിനകത്ത് എന്തോ ആയിരുന്നു. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അത് ഓഫറിൻ്റെ ടൈം മാറി മാറി വരും കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് പക്ഷെ ഒന്ന് പ്രൈമർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ് കേട്ടോ. ഇത് ഭയങ്കര ഒരു ട്രാൻസ്പെറൻ്റ് ആയ ഒരു സാധനമാണ്. ഇത് നമ്മുടെ മറ്റേ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മേക്കപ്പിന് മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന സംഭവമാണ്. സോ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. സോ നെക്സ്റ്റ് ആണ് നമ്മുടെ BB ക്രീംസ് ആൻഡ് CC ക്രീംസ്. അപ്പോൾ BB എന്താ CC എന്താണെന്ന് നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ആക്ച്വലി BB ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലെമിഷ് ബാം ക്രീമാണ്. CC ക്രീം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കോംപ്ലക്ഷൻ കറക്റ്റർ അല്ലെങ്കിൽ കളർ കറക്റ്റർ എന്നൊക്കെ പറയാവുന്നൊരു റേഞ്ചാണ്. അപ്പോൾ ശരിക്കും BB എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BB കുറച്ചും കൂടെ തിക്കായിരിക്കും. നമ്മുടെ ഫേസിൽ കുറേ ബ്ലെമിഷസ് ഉണ്ടെങ്കിൽ അത് കുറേ സ്പോട്ട്സ് ഉണ്ട്, കുറേ ആക്നെ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കൊരു കൺസീലർ എഫക്റ്റിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് BB ക്രീം. കുറച്ചും കൂടെ ഡെയിലി വിയർ ആണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയത്ത് CC ക്രീം എന്ന് പറയുമ്പോൾ ആക്ച്വലി AA + BB = CC എന്നാണ് പറയുന്നത്. അതായത് ആൻറ്റി ഏജിങ് പ്ലസ് BB ക്രീമാണ് ഒരു CC ക്രീം. അപ്പോൾ എന്താണ്, BBനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലതാണ് CC ക്രീം എന്ന് പറയുന്നത്. CC എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് കൂടിയിട്ടാണ്. അതായത് മേക്കപ്പ് പ്രൊഡക്റ്റ് മാത്രമല്ല, നമ്മുടെ ഫേസസിലിപ്പം വളരെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുന്നേ വന്നു പോയിട്ടുള്ള ഈ റെഡ് സ്പോട്ട്സ് ഒക്കെ ഫേസിലുണ്ട്, അതിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. എന്നാൽ ഡെയിലി ഒരു നമുക്കൊന്ന് സ്കിൻ കെയർ ഇതിലും കൂടെ വേണം എന്നൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ CC ക്രീം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ ലൈറ്റാണ്. അപ്പം ഞാൻ ആക്ച്വലി വാങ്ങിയിട്ടുള്ളത് പോൺസിൻ്റെ BB ക്രീമാണ്. അതായത് ഞാൻ പറഞ്ഞില്ല, എല്ലാം ഒരു അഫോർഡബിൾ റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇത് സെറ്റാണ്, ഡെയിലി വിയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ CC ക്രീംസ് വാങ്ങിയിട്ടുള്ളത് ലാക്മേയുടെ ഏതാണ് 925 മറ്റേ സീരീസിൽ വരുന്നത് 925ൻ്റെ ഒരു CC ക്രീമും നമ്മുടെ എല്ലിയുടെ ഒരു ഈവൻ CC ക്രീമുമാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ബ്രാൻഡ് കുറച്ചും കൂടി അഫോർഡബിൾ റേഞ്ചിലുള്ള ബ്രാൻഡാണ്. ഇത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് ഞാനൊരു ഡെയിലി വിയർ ആയിട്ടും ഇത് ഞാൻ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടി മാത്രം സെറ്റ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ. ലാക്മേയുടെ CC ക്രീമാണ്. സോറി, ദിസ് ഇസ് ലാക്മേ, ദിസ് ഇസ് എലി. രണ്ടുപേരെയും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ടും നല്ലോണം ഇതാക്കുകയാണെങ്കിൽ നല്ല കവറേജ് തരുന്നുണ്ട് കേട്ടോ. ഏതിൻ്റെയാന്ന് പോലും മനസ്സിലാവുന്നില്ല, അതുപോലെ രണ്ടും ഒരുപോലെ ബ്ലെൻഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഈ എലിയുടെ കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡർ നമുക്ക് ഡെയിലി അത്യാവശ്യമുള്ള സാധനമാണ്. നമ്മളെപ്പോഴും ബാഗിൽ ആക്ച്വലി ഇട്ടേക്കേണ്ട ഒരു വസ്തുവാണിത്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഗുഡ് ഒരു ഫിനിഷ് തരുന്നുണ്ട്. നമ്മൾ പ്രോഡക്റ്റ്സ് ഇട്ടിട്ട് നമ്മളൊരു ഇതാക്കുമ്പോൾ നല്ലതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് വാങ്ങിക്കാവുന്ന പ്രൊഡക്റ്റ് കേട്ടോ, കാരണം കുറച്ച് അഫോർഡബിൾ റേഞ്ചിലുമാണ്. നമുക്ക് ഡെയിലി വിയറിന് പറ്റിയ ഒരു കോമ്പാക്ട് ക്രീം. സോ ദിസ് ഈസ് അവർ ലാസ്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് ഫോർ ഫേസ്. ഇതൊരു കൺസീലറാണ്. നമുക്ക് അത്യാവശ്യം, അതായത് നമ്മൾ ഭയങ്കര തിരക്കിലൊക്കെയാണ്, നമുക്ക് വേറെ ഒന്നും ഇടാൻ സമയമില്ല എങ്കിൽ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാനുള്ള സമയം കണ്ടെത്തിയതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് വേറെ ഒന്നും വേണ്ട, ഈ ഒരു വസ്തു ഇട്ടിട്ട് നമുക്ക് വേഗം ഒരു ലിപ്സ്റ്റിക്കും കൂടി ഇട്ടാൽ ആക്ച്വലി ആ ദിവസത്തെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ വാങ്ങിച്ചത് ഒരെണ്ണം സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറും പിന്നെ ഒരെണ്ണം LA ഗേളിൻ്റെ. ഇതിൽ LA ഗേൾ കൺസീലേഴ്സിലെ ഏറ്റവും ബെസ്റ്റാണ് LA ഗേൾ എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ ഫ്രണ്ട് നീതു ആയിരുന്നു പറഞ്ഞു തന്നത്. അന്ന് തൊട്ട് ഞാൻ ഇതാണ് വാങ്ങിക്കുന്നത്. ഏറ്റവും നല്ല, നമുക്ക് നമ്മുടെ ഷെയ്ഡ് കണ്ടുപിടിച്ചെടുക്കണം കേട്ടോ. കാരണം ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആകും. ആക്ച്വലി ഞാനിപ്പോൾ മേക്കപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പഠിച്ചത് എന്താണ് എന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് ഇടുന്നതും മേക്കപ്പിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്യാം. എനിക്കറിയുന്നത് ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് ദ ബിഗ് ടാസ്ക്. നമുക്ക് ചേരുന്ന ഷെയ്ഡ് സെലക്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കുളമായിരിക്കും. അപ്പം നിങ്ങൾ ഇത് ഒരു ഇത് ഓഫറിൽ അധികം വരാറില്ല. ഒരു 600 എപ്പോഴും ഒരു 570, 580 ആ റേറ്റിലായിരിക്കും. നിങ്ങൾക്ക് ഇത് അഫോർഡബിളായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കൺസീലറാണ് LA ഗേൾ. എന്നാൽ അതേ സമയത്ത് പിന്നെ ഒരു കൺസീലർ എനിക്ക് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്.
ഇത് കുറച്ച് റേറ്റ് കുറവാണ്, 200s വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഷെയ്ഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതേതാണെന്ന് വെച്ചാൽ നമ്മുടെ കളർ കൺസീലർ കോൺടോറിങ്ങിനൊക്കെ ഒരു ഷെയ്ഡ് കൂടുതൽ കുറവെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതേതാന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. ഇത് ഈ പറഞ്ഞ നമ്മുടെ CC ക്രീം പറഞ്ഞ പോലെ ഇത് ഞാൻ കുറച്ച് ഡെയിലി വിയറിനും ഇത് ഫങ്ഷൻ വിയറിനും. അത്രയേ ഉള്ളൂ നമ്മുടെ ക്രീംസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു കളർ പാലറ്റാണ്, ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് ഉപയോഗിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടില്ല കളർ കറക്റ്റ്. പക്ഷേ ഇത് ഇപ്രാവശ്യം ഇതുപോലെ ഇനി പഠിക്കാനും കൂടി വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. നല്ലൊരു കളർ പാലറ്റ്. ഇത് 3 ഷെയ്ഡ്സിലൊക്കെ വരുന്നുണ്ട്. നല്ല പാക്കിംഗ് ആണ്. ഇതാ കുറേ വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഡ്രസ്സ് ഇട്ട് പിന്നെ ഇത് മിക്സ് മാച്ചൊക്കെ ചെയ്ത് നമുക്ക് ഏത് കളറിലേക്ക് വേണമെങ്കിലും ആക്കിയെടുക്കാമല്ലോ. സോ 3 ഇത് വരുന്ന 3 ഷെയ്ഡുകളുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് നോക്കി വാങ്ങിക്കാം കേട്ടോ. ഐ മേക്കപ്പിൽ നമ്മൾ ഐ ഷാഡോ പാലറ്റ് കണ്ടു. ദിസ് ഈസ് ദ നെക്സ്റ്റ് തിങ്. എല്ലിയുടെ കാജൽ. നല്ല കാജലാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ അങ്ങനെ എന്തെങ്കിലും, അതായത് എല്ലിയുടെ പ്രൊഡക്ട്സ് മാത്രം വെച്ചൊരു മേക്കപ്പ് ചെയ്താൽ, അതായത് നമ്മുടെ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലുള്ള സാധനം വെച്ച് മേക്കപ്പ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു ഒരു ഷോർട്ട് വീഡിയോ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഐ ക്യാൻ ഇടാൻ പറ്റും. സോ ദിസ് ഈസ് ദി കാജൽ വാങ്ങിച്ചത്. ആൻഡ് പിന്നെ വാങ്ങിച്ചത് ഒരു മസ്കാര നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, അധികം നിങ്ങൾക്ക് യൂസേജ് ഇല്ലാത്ത ആളാണെങ്കിൽ അധികം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത്, കാരണം ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മസ്കാര 50% ഓഫിലെങ്ങാണ്ടാണ് എനിക്കിത് കിട്ടിയത്. സോ വാങ്ങിച്ചപ്പോൾ ഞാൻ നല്ലൊരു ലാക്മേയുടെ ഒരു മസ്കാര തന്നെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് കേട്ടോ, ലാക്മേയുടെ ബ്രൗൺ ഷീർ എന്ന് പറയുന്ന റേഞ്ചിലുള്ളതാണ്. എനിക്ക് ആക്ച്വലി ഏത് ലിപ്സ്റ്റിക്ക് എടുത്താലും എനിക്ക് അത്ര പറ്റാറില്ല. ഇതെന്ന് പറയുന്നത് കുറച്ച് ന്യൂഡ് ഷെയ്ഡാണ്, എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ ഇരിക്കും. നിങ്ങളധികം ലിപ്സ് കുറച്ച് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അധികം ഫെയർ ഒന്നുമല്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഇതെൻ്റെ 4ാമത്തെ 5ാമത്തെ പർച്ചേസാണ് ഈ ബ്രൗൺ ഷീർ എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡ് ലാക്മേയുടെ. അപ്പോൾ ലാക്മേയുടെ ഈ 3 പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ആക്ച്വലി ലാക്മേക്കാർ അവരുടെ ഒരു ഫ്രീ പ്രോഡക്റ്റ് തന്നു. ലാക്മ ഐക്കോണിക്കിൻ്റെ ഐലൈനർ പെന്നാന്ന് തോന്നുന്നു. ഓക്കെ, പെന്നല്ല, നമ്മുടെ സാധാ ഐലൈനർ തന്നെ. അപ്പോൾ ഐലൈനർ അത് നമുക്ക് ഫ്രീ ബീസ് കിട്ടുന്നത് ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ. ഇത് ബ്ലാക്ക് തന്നെയാണ്. ഐക്കോണിക് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ, വൺ ഓഫ് ദി ബെസ്റ്റ് ഐലൈനേഴ്സ്. പിന്നെ ഞാൻ 2 ലിപ് ഗ്ലോസ് വാങ്ങിച്ചു. അതായത് നമുക്ക് എപ്പോഴും മാറ്റ് ലുക്കല്ല, കുറച്ചും കൂടെ ഒരു ഗ്ലോസി ലുക്ക്, ലിപ്സ് കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് ഫുള്ളറായിട്ടൊക്കെ തോന്നുന്നെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ലിപ് ഗ്ലോസ്. അത് ഒന്ന് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെയാണ് വാങ്ങിച്ചത്. ദിസ് ഈസ് എ ഗുഡ് പ്രോഡക്റ്റ്. പിന്നെ ഒന്ന് ഞാൻ ഇൻസൈറ്റിൻ്റെയാണ് വാങ്ങിച്ചത്. ഇത് ഏറ്റവും റേഞ്ച് കുറഞ്ഞ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ആണ്. ബട്ട് ഭയങ്കര സൂപ്പറൊന്നുമല്ല. ഇത് ഞാൻ ട്രാൻസ്പെറൻറ്റ് ഒരെണ്ണം ടിൻറ്റഡുമാണ് വാങ്ങിച്ചത്. ഇൻസൈറ്റിൻ്റെത് അത്ര സൂപ്പറല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ മാത്രമേ ഉള്ളൂ. സ്വിസ് ബ്യൂട്ടി ഈസ് ബെറ്റർ. പിന്നെ നമുക്കിതാ ഫ്രീ ബീസ് കിട്ടിയതാണ് ഇതൊക്കെ. അതായത് എല്ലിയുടെ അത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പോൾ അവർ എല്ലിയുടെ ഒരു മാറ്റിൻ്റെ ഒരു ലിപ് ഷെയ്ഡ് ഫ്രീ തന്നു. ഒരു വൈൻ ഷെയ്ഡ്, ഒരു പർപ്പിൾ ഷെയ്ഡിലൊക്കെ വരുന്ന ഒരു ഇതാണ്. പർപ്പിളല്ല, ബട്ട് ഒരു പിങ്കിഷ് വൈൻ ആ ഒരു ഷെയ്ഡിൽ വരുന്നതാണിത്. നമുക്കത് ഷോർട്ട്സ് വീഡിയോ ഇടുമ്പോൾ ഇടാം. ആൻഡ് ഫേസസ് കാനഡ ആ 2 സ്ട്രോക്ക് ക്രീം, അതാണ് എനിക്ക് എൻ്റെ കൂടുതൽ ഏറ്റവും ഫേവറേറ്റ് എൻ്റെ പർച്ചേസ്, സ്ട്രോക്ക് ക്രീം. അത് വാങ്ങിച്ചപ്പോൾ ഫേസസ് കാനഡ എനിക്കൊരു പ്രൈമർ പ്ലസ് ലിപ്സ്റ്റിക്, ഇതങ്ങനെയാണ്. കാരണം ചിലർ നമ്മൾ ലിപ്പിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടേ ലിപ്സ്റ്റിക് ഇടാവുള്ളൂ എന്ന് പറയാറുണ്ട്, ഫോർ ദ സേഫ്റ്റി ഓഫ് ദ ലിപ്സ്. അപ്പോൾ അങ്ങനെ അവർ തന്ന ഐറ്റമാണ് ഇതായത്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ പർച്ചേസ്. അല്ലല്ല, 1 more പ്രൊഡക്റ്റ് ഈസ് ദർ. ഒരു ഷാംപൂ, ബയോലൈസിൻ്റെ ഷാംപൂ ആണ്.
ഞാൻ എൻ്റെ സെറം ഉപയോഗിച്ചിട്ടുണ്ട്, സൂപ്പറായിരുന്നു. അങ്ങനെ ഞാനൊരു അഫോർഡബിൾ യെറ്റ് ഗുഡ് ഷാംപൂ വാങ്ങിച്ച് നോക്കുന്നതാണിത്. ഒരു തവണ യൂസ് ചെയ്തു, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഞാൻ കാണിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താൽ നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് എന്തായാലും ഇട്ടേക്കാം. അപ്പോൾ വൺസ് മോർ, ഓഫർ നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടിപ്പോയി നമുക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കേണ്ട. ബട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയ ടൈം ഇതാണ്. അപ്പോൾ ഓടിപ്പോയിട്ട് നിങ്ങൾ ഓഫറേക്കിൽ നാളെ സൺഡേയോട് കൂടി ഓഫർ തീരുകയാണ്. സോ ബൈ ബൈ ഓൾ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.